നിങ്ങൾ ഈ ചോദ്യം എങ്ങനെ ഉത്തരം എഴുതും? പ്രശ്നം. നിങ്ങൾ കമ്പ്യൂട്ടർ ഭാഷകളുടെ 3 തരം അവരുടെ രൂപകൽപ്പന തത്വങ്ങൾ, ഉപയോഗകേസുകൾ, ആധുനിക സോഫ്റ്റ്വെയർ വികസനത്തിൽ വരുത്തിയ സ്വാധീനങ്ങൾ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് വിശദമായും താരതമ്യമായി പരിശോധിക്കാമോ? ഉത്തരം. കമ്പ്യൂട്ടർ ഭാഷകൾ അവരുടെ രൂപകൽപ്പന തത്വങ്ങൾ, ഉപയോഗകേസുകൾ, ആധുനിക സോഫ്റ്റ്വെയർ വികസനത്തിൽ വരുത്തിയ സ്വാധീനങ്ങൾ അടിസ്ഥാനത്തിൽ 3 തരത്തിലായി വർഗീകരിക്കാം: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. 1. മെഷീൻ ലാംഗ്വേജ്. രൂപകൽപ്പന ബൈനറി കോഡ് 0ഉം 1ഉം മനുഷ്യ മുഖേന നേരിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഉപയോഗകേസുകൾ പ്രാരംഭ പ്രോഗ്രാമിംഗ്, ഹാർഡ്വെയർ ഡയഗ്നോസ്റ്റിക്സ്, സിസ്റ്റം ബൂട്ട് ചെയ്യൽ, സങ്കീർണ്ണത മൂലം ഇപ്പോൾ പ്രസിദ്ധമായും ഉപയോഗിക്കപ്പെടുന്നില്ല. സ്വാധീനം പ്രോഗ്രാമിംഗിന്റെ അടിത്തറ സ്ഥാപിച്ചു, എന്നാൽ എഴുത്തിലും ഡിബഗിംഗിലും പ്രയാസകരമായതിനാൽ ആധുനിക പ്രയോഗങ്ങൾക്ക് അനുപയോഗ്യമാണ്. 2. അസംബ്ലി ലാംഗ്വേജ്. രൂപകൽപ്പന ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന മ്നെമോണിക്സ്, ഉദാഹരണം മൂവ്, അഡ്, കുറഞ്ഞ അബ്രാക്ഷനുമായി അസംബ്ലറിലൂടെ മെഷീൻ ഭാഷയിലേക്ക് മാറ്റപ്പെടുന്നു. ഉപയോഗകേസുകൾ ഫിർമെയർ, ഡിവൈസ് ഡ്രൈവേഴ്സ്, പ്രകടന പ്രാധാന്യമുള്ള പ്രോഗ്രാമുകൾ. സ്വാധീനം ഹാർഡ്വെയർ പ്രത്യേകമായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന ഭാഷ, എന്നാൽ പ്രോസസർ ആശ്രിതവും കുറച്ചുകൂടിയ പോർട്ടബിലിറ്റിയുമുള്ളതാണ്. 3. ഹൈ ലെവൽ ലാംഗ്വേജ്. രൂപകൽപ്പന ഉപയോക്തൃ സൗഹൃദമായ സിൻടാക്സ്, ഉദാഹരണം സി, പൈത്തൺ ഉപയോഗിച്ച് ഹാർഡ്വെയർ ആബ്രാക്ഷൻ ചെയ്യുന്നു. കമ്പൈലർ ഇന്റർപ്രറ്റർ വഴി മെഷീൻ ഭാഷയിലേക്ക് മാറ്റപ്പെടുന്നു. ഉപയോഗകേസുകൾ വെബ് ആപ്പുകൾ, എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ, സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, പൊതുവായ പ്രോഗ്രാമിംഗ്. സ്വാധീനം പോർട്ടബിലിറ്റിയും ഉത്പാദനക്ഷമതയും സ്കേലബിലിറ്റിയും കൊണ്ട് വികസനത്തെ വിപ്ലവകരമായി മാറ്റി ആധുനിക പ്രോഗ്രാമിംഗിൽ പ്രഭാവശാലിയാണ്.